അതിനുശേഷം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. അതിനുശേഷം വീണ്ടും പരാതി വന്നപ്പോൾ ആ പരാതി നേരെ DGPക്ക് കൈമാറിയതും KPCC ആണ്. ഇന്നിപ്പോൾ വൈകിയെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത് കൃത്യമായിട്ട് അതിൻ്റേതായ നടപടിക്രമങ്ങളിലൂടെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയ KPCCയുടെ നടപടി എന്ന് പറയുന്നത് മറ്റു മാതൃകകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മിക്കണം. തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു. കോടതി തീരുമാനം പറയുന്നതുവരെ അല്ലല്ല, ഇത് നമ്മൾ അവകാശവാദത്തിന്റെ വിഷയമല്ലത്. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ അഭിമാനം എന്ന് പറയുന്നത് പാർട്ടി കമ്മീഷനുകളിൽ ഒതുക്കേണ്ടതല്ല എന്നുള്ള ഒരു വലിയ സന്ദേശം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ KPCC നൽകിയിട്ടുണ്ട്. മറ്റ് പാർട്ടികളിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും CPMന്റെ ഏതെങ്കിലും വനിതാ പ്രതിനിധിയെ ഇത്തരം വിഷയങ്ങളിൽ ഇതുപോലെ നിങ്ങൾ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യാനോ അവരുടെ മറുപടി പറയാനോ ഒരു അവസരം കേരളത്തിലെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. ഞങ്ങളൊക്കെ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയും, പാർട്ടിക്ക് പുറത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ മൈക്ക് കൂടി പറയേണ്ട ഒരു കാര്യം മാത്രമല്ല, സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. ഷഹനാസ് ഇത്തരത്തിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നതാണ്. പക്ഷെ അതിനകത്തൊരു പ്രതികരണം ഉണ്ടായില്ല. തനിക്ക് അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മറച്ചു വെക്കുന്നത് ഒരു വലിയ തെറ്റല്ലേ? അല്ല, ഞാനും ആ വാർത്ത കണ്ടത് മാധ്യമങ്ങളിൽ നിന്നാണ് ആ വാർത്ത കണ്ടിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. വിശദാംശങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയത്തിൽ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടില്ല. വിശദാംശങ്ങൾ അറിയില്ല എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എവിടെ നിന്ന് രാജിവെക്കുന്ന കാര്യം? MLA സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോകൽ തന്നെയാണ് ഏറ്റവും ശരിയായ കാര്യം. ഇത് പറഞ്ഞ പോലെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആർക്കും രാജി എഴുതി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ആ യുക്തി സഹജമായ തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷേ ഇനിയിപ്പോൾ പാർട്ടിക്ക് പുറത്തുള്ള ആളിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ച് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധാർമ്മിക സംശയമുണ്ട്. ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ MLA സ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ MLA സ്ഥാനം എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ കാര്യമായിട്ട് ഞാനിവിടെ കാണാത്തത്. കാരണം അതൊരു വ്യക്തിയാണ് തീരുമാനം എടുക്കേണ്ടത്. ഈ വ്യക്തി ആ തീരുമാനം എടുക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ തുടക്കം മുതലുള്ള അഭിപ്രായം. ഏറ്റവും ആദ്യത്തെ ദിവസത്തെ 3 മാസത്തിന് മുമ്പുള്ള നിങ്ങളുടെ ക്ലിപ്പിങ്ങിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും, പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കുന്നതാണ് അഭികാമ്യമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അല്ല, ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ഒറ്റ നിലപാടാണ്. വ്യത്യസ്തമായ ഒരു നിലപാടും ആരും എടുത്തിട്ടില്ല. ഷാനിമോൾ ഉസ്മാനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതാണ് കോൺഗ്രസിന്റെ മുഴുവനായിട്ട് എല്ലാ നേതാക്കളും പ്രതികരിച്ചത് MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്നാണ്.